എക്സാലോജിക് CMR ഇടപാടിൽ CBI ED അന്വേഷണം വരെ നടത്തേണ്ട ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട്. എങ്ങനെയാണ് പാർട്ടി കാണുന്നത്? അതായത് ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസികൾ ഇതിൽ ഒരു കോൺസെൻസസ് ഉണ്ടാകണം, ഏത് അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് എടുക്കുന്ന ഒരു ഉത്തരവ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൻ്റെതാണല്ലോ, ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൻ്റെതാണല്ലോ. ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് CMRന് ഇമ്മ്യൂണിറ്റി കൊടുത്തു. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ്. ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ 12/6/2023 ആ 12/6/2023 ഓർഡറിൽ ഇമ്മ്യൂണിറ്റി 12 ഇമ്മ്യൂണിറ്റി. ഈ ഇമ്മ്യൂണിറ്റി പ്രകാരം ഇത് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് നമ്മുടെ CMRL ഹാവ് പ്രൈഡ് ഫോർ ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ and from imposition of penalties under various provisions of the Income Tax Act. Considering the facts and circumstances of the case, the cooperation extended to the Interim Settlement Board during the hearing, immunity is granted from prosecution and penalty. അപ്പോൾ ഒരു കേന്ദ്ര ഏജൻസി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, കോസി ജുഡീഷ്യൽ ബോഡി കാറ്റഗറിക്കലായി CMRLന് പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് വിജിലൻസ് കോടതിയിലുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. വിജിലൻസ് കോടതിയിലെ CMB 1546/2023 ഓർഡർ 26/8/2023 മൂവാറ്റുപുഴ വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജിയാണ്. ഇതിൽ ഒരഴിമതിയും ഇല്ല എന്ന് കാറ്റഗറിക്കലായി പറഞ്ഞ വിധിയാണ്. നിങ്ങൾ വേണ്ടപ്പെട്ട രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിനെതിരായി ഹൈക്കോടതിയിൽ റിവിഷൻ അപ്പീൽ കൊടുത്തു. യഥാർത്ഥത്തിലുള്ള പെറ്റീഷണർ മരണപ്പെട്ടു പോയി, പിന്നെ ഒരു പ്രോക്സി പെറ്റീഷണറാണ് വന്നത്. ആ പ്രോക്സി പെറ്റീഷണറുടെ റിവിഷൻ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് പോലും പിണറായി വിജയനോ വീണക്കോ ഇതുവരെ വന്നിട്ടില്ല ഹൈക്കോടതിയിൽ നിന്ന്. നോട്ടീസ് അയക്കണോ എന്ന് പോലും തീരുമാനിക്കാത്തൊരു കേസാണിത്. ഹൈക്കോടതിയിൽ വന്ന അവസരത്തിൽ വിജിലൻസ് കോടതി പരിപൂർണമായും ഇത് അഴിമതി അല്ല, എന്താ വിജിലൻസ് അന്വേഷിക്കാത്തതെന്നാണ് ഇടക്കിടയ്ക്ക് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് കോടതി തള്ളിയ കേസാണിത്. അതിന്റെ ഭാഗമായിട്ടുള്ള റിവിഷൻ പെറ്റീഷന്റെ മുകളിൽ ഒരു നോട്ടീസ് പോലും ഇതുവരെ മുഖ്യമന്ത്രിക്കോ വീണക്കോ കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ പ്രശ്നം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ആണല്ലോ ഈ 3 പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചത്. അത് നിശ്ചയിച്ചത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ PC ജോർജിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ പ്രയർ എന്താ ചെയ്തു എന്ന് അറിയോ? 212 ഇൻവോക്ക് ചെയ്യണം കമ്പനീസ് ആക്ട് പ്രകാരം എന്നാണ്. 212 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാണ്. സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFI എന്നാണ് പറയാതെ. ഹൈക്കോടതി പറഞ്ഞെന്താണെന്നറിയോ? അങ്ങനെ ഒരു സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമില്ല. നമുക്ക് 210(1)(c) പ്രകാരം 210(1)(c) പ്രകാരം നോട്ടീസ് കൊടുക്കാമെന്നാണ്. 210(c) എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടു കമ്പനിയാണ്. ആ സാധാരണ നിലയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പ്രമുഖരായിട്ടുള്ള 3 അംഗങ്ങളെ വെച്ച സമയത്ത് അതിലൊരു പാർട്ടിയായിട്ടുള്ള കർണാടകയിലെ കമ്പനി അഫയേഴ്സിന്റെ രജിസ്ട്രാർ ആളാണ് പറയുന്നത്, ഇപ്പോ പത്ര റിപ്പോർട്ട് പ്രകാരം ഇത് EDയോ അല്ലെങ്കിൽ CBIയോ പരിശോധിക്കണമെന്ന് പറയുന്നത്. ഇതിപ്പോ കോടതി നിർദ്ദേശം കൊടുത്ത ആ 3 കമ്മിറ്റിയിലുള്ള ഒരാളാണ് ഇദ്ദേഹം, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
കേന്ദ്ര ഏജൻസികൾ കൃത്യമായ ഒരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രഗത്ഭരായിട്ടുള്ള 3 ഉദ്യോഗസ്ഥന്മാർ കമ്പനീസ് രജിസ്ട്രാർ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമുഖമായിട്ടുള്ള 3 ഓഫീസേഴ്സ്, ഒന്ന് കേരളത്തിൽ നിന്നും, ഒന്ന് കർണാടകയിൽ നിന്നും, ചെന്നൈയിൽ നിന്നുമുണ്ട്. ആ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി അവരന്വേഷിക്കുകയാണ്. അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് കുറ്റക്കാർ ആരാണോ ശിക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ CMRLന് ഇമ്മ്യൂണിറ്റി കൊടുത്തത്, പ്രോസിക്യൂഷൻ എടുക്കണ്ട എന്ന് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞത്? നമ്പർ 1, അതിനുള്ള ഉത്തരം നിങ്ങൾ ചോദിക്കണം. ഇദ്ദേഹം കൊടുത്തിട്ടുള്ള കണക്കിന്റെ 70% ജെന്യൂൻ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് എക്സെപ്ഷൻ കൊടുത്തു ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ്. അപ്പോ ആ കമ്പനിയെ സംബന്ധിച്ച് ഫ്രോഡാണ് എന്ന് പറയാൻ ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് തയ്യാറല്ല. അതുകൊണ്ടാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് തന്നെ കൃത്യമായി പറഞ്ഞത് പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല എന്ന്. പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല എന്നൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി പറഞ്ഞിട്ട് പോലും ഇത് വീണ്ടും അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാരോടൊന്ന് ചോദിക്കണം. ആദ്യം ഇതിന്റെ അകത്തൊരു വ്യക്തത വരുത്തണം. ഒരു കാര്യം, ഈ ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നപ്പം അന്ന് പാർട്ടിയും താങ്കളൊക്കെ അതിനെ തള്ളി പറയണം. ഇപ്പൊ അതിലൊരു ഭാഗമാണ് താങ്കൾ എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നമുണ്ട്. വീണയുടെ ഭാഗം കേൾക്കാതെയാണ് അന്ന് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് നിലപാടിലെത്തിയതായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പറഞ്ഞത്. ഇതിൽ ROC ബംഗുരു വീണയുടെ എക്സാലോജിന്റെ ഭാഗം കേട്ടിട്ടും അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് നൽകാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു സീരിയസ്നെസ് ഇല്ലേ? അല്ല, അതിന്റെ ഞാൻ ചോദിക്കുന്നത് 3 ഇപ്പം വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം പരിശോധിച്ചിട്ടാണല്ലോ 3 കമ്മീഷനെ വെച്ചിട്ടുള്ളത്. 3 കമ്മീഷൻ അന്വേഷിക്കട്ടെ. ഇതിൽ ഞങ്ങൾ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അനാവശ്യമായിട്ടുള്ള ചില പരാമർശങ്ങൾ അതിൽ വന്നു എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ആർക്കെതിരായിട്ടാണോ ഒരു പരാമർശം നടത്തുന്നത് ആ വ്യക്തിയെ കേൾക്കണം. അതാണ് നാച്ചുറൽ ജസ്റ്റിസ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ROC കേൾക്കാൻ ശ്രമിച്ചിട്ടും അവിടെ കൊടുക്കാൻ കഴിയുന്നില്ല. രേഖകൾ കൊടുക്കുന്നില്ല. ഇടപാടിന്റെ രേഖകൾ ROCക്ക് വീണയോ കൊടുക്കേണ്ട രേഖകളെല്ലാം പരിപൂർണമായും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോർഡുണ്ടല്ലോ, റിപ്പോർട്ടിലുണ്ടാകില്ലെന്ന്. റിപ്പോർട്ടിൽ അങ്ങനെ പലതും വന്നിട്ടില്ലല്ലോ. റിപ്പോർട്ടിൽ അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇനി CMRLന്റെ മുമ്പാകെ ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ള, റെയ്ഡിന് വന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ള പരാമർശത്തിന്റെയും മൊഴിയുടെയും ഭാഗമായിട്ടാണല്ലോ ഈ വിധി വന്നിട്ടുള്ളത്, ഈ ഉത്തരവ് വന്നിട്ടുള്ളത്. അതിനെതിരായിട്ട് തന്നെ കമ്പനി കൊടുത്തല്ലോ. ഞങ്ങൾക്ക് മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ട്. ഇനി അത് വിടുക. മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ 3 കമ്മീഷനെ വെച്ചത് എന്ന് പറയാനും പറ്റില്ല. കാരണം ഉള്ളടക്കത്തിലേക്ക്, വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് അവർ കടക്കുന്നേയില്ല. കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാ നിയമ നടപടികളും കോണ്ടംപ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ഇനിയിപ്പം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിൻ്റെത് കഴിഞ്ഞ് ഹൈക്കോടതിയിലേക്ക് വരികയാണ്. ഇനി അത് ഹൈക്കോടതിയാണ് പരിശോധിക്കുക. ഹൈക്കോടതി പരിശോധിക്കട്ടെ. ഇതിലൊരു സിമ്പിൾ കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഈ ഇടപാട് ക്ലിയർ ആണെങ്കിൽ എന്തുകൊണ്ട് എക്സാലോജിക്കിന് ROCക്ക് മുന്നിൽ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയുന്നില്ല? ഒറ്റ ചോദ്യം. അതാണ് പറയുന്നത്. റിക്കാർഡ് ഓഫ് രജിസ്ട്രാർ, അത് കർണാടകയാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അവർക്ക് ആവശ്യം തെറ്റാണ്. ഏതാണ് ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, അതെ പറയട്ടെ. അതാ അതിൽ അവര് പറയുന്ന സുഹൃത്തെ മനസ്സിലാക്കിക്കോളൂ. ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇത് പ്രകാരം ഇൻകം ടാക്സും കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ GSTയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി കൊടുത്തു. ഇനിയുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ 2 എഗ്രിമെന്റാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒന്ന് എക്സാലോജിക്കയും CMRLും വെച്ചിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ വീണയും അതുപോലെ തന്നെ ഈ കമ്പനിയും വെച്ചിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ ഇവരുടെ വാദം. അതല്ല കമ്പനീന്റെ മുമ്പിൽ അതല്ല ഉള്ളത്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സർവീസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടേ ഇല്ല. അത് അന്വേഷിക്കാൻ ഈ കമ്പനിക്കൊട്ട് അധികാരവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഹാജരാക്കാൻ, അതെ ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന് പറയണ്ടേ ഈ കമ്പനി? എന്തുകൊണ്ടാണ് പറയാത്തത്? ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. ആര് ശുപാർശ? ഇല്ല, അതാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പരിപൂർണമായും പരിശോധിച്ചിട്ടുള്ളത് ഒരു കോസി ജുഡീഷ്യൽ കമ്പനിയാണ്. അതായത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ്.
ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കണം, പ്രോസിക്യൂഷൻ വേണ്ട എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ വേണ്ട എന്ന് മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് ഇവർ കൊടുത്ത അക്കൗണ്ട് അതിൽ 70% ജെന്യൂൻ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞു. ജെന്യൂൻ എക്സ്പെൻഡിച്ചർ ആണെന്ന് ഒരു ഭാഗത്ത് പറയുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള കാശുണ്ട്, അമ്പലത്തിന് കൊടുത്തിട്ടുള്ള കാശുണ്ട്, അതുപോലെ തന്നെ പത്രക്കാർക്ക് കൊടുത്തിട്ടുള്ള കാശുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ജെന്യൂൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കിയിട്ട് 70% എക്സംപ്ഷൻ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് പ്രോസിക്യൂഷൻ നടപടി വേണ്ടാന്ന് വെക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പം വിജിലൻസ് കോടതിയിൽ ഈ കേസ് വന്നു, വിജിലൻസ് കോടതി തള്ളി. അപ്പൊ ഒരു കാര്യം, CMR-ലും എക്സാലോജിയും കൊടുത്ത വിവരങ്ങൾ ROC ബംഗളൂർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താതിരിക്കുകയാണോ? അങ്ങനെയാണോ താങ്കൾ? എനിക്കറിയില്ല അവരെന്താ കൊടുക്കാണ്ടിരുന്നത്. കൊടുത്തിട്ടില്ലെന്നാണ്. അല്ലാന്ന് അവര് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ വരണ്ടേ. ഇനി കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ അവർ ഈ കമ്പനി, ഈ 3 അംഗ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടല്ലോ, ആ 3 അംഗ കമ്മിറ്റിയോട് പറയട്ടെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം മനസ്സിലാവുമല്ലോ. ഇനി ഏതാ കൊടുക്കേണ്ടത് എന്നുള്ളതും മനസ്സിലാവുമല്ലോ. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഇവർ അന്വേഷിക്കുന്നു. ഒന്നും കൊടുത്തിട്ടില്ല. ബാക്കി ഏത് രേഖയാണ്? ഏത് രേഖ? ഇല്ല എന്നാരാ പറയുന്നത്? ഏത് ROC? ബാംഗ്ലൂർ ROC അല്ലേ പറയുന്നത്? ഈ ബാംഗ്ലൂർ ROCയെ അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതെ, അന്നേരം ഈ രേഖകൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുമല്ലോ. നിങ്ങൾ പറയുന്നതല്ലേ? അല്ല, അവര് ROC കർണാടക ROC ആണല്ലോ പറയുന്നത് അവരുടെ റിപ്പോർട്ടിൽ. ആ റിപ്പോർട്ടിന്റെ അകത്ത് എന്തുകൊണ്ട് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് ഇത് വന്നില്ല? ഇവര് പറയുന്നത് ശരിയാകാം എങ്കിൽ എന്തുകൊണ്ട് ഇത് ഒബീഷൻ വന്നു? ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് ഇത് വന്നിരുന്നു എങ്കിൽ കൃത്യമായിട്ട് അവർ പറയില്ല പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കൊടുത്തു? ഇവരുടെ ഈ രേഖ കൃത്യമായി രേഖകൾ കൊടുത്തിട്ടില്ല, ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞൊന്നും തന്നിട്ടില്ല. ദെന്നെന്തർ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി ഈ ബോർഡ് കൊടുക്കുവോ ഈ കമ്പനിക്ക്? പറയട്ടെ, ഇൻകം ടാക്സ് എക്സെപ്ഷൻ കൊടുക്കോ? അപ്പൊ ഇവരെന്തിനാ പറയാതിരുന്നത്? ഇവരെന്തിനാ ഒളിപ്പിച്ചു വെച്ചത്? ഇനി അവരോട് തന്നെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഏകപക്ഷീയമായി. ഇപ്പൊ ഞാൻ പറയേണ്ടത് നിങ്ങളോട് ഞാൻ പറഞ്ഞു. അതിന്റെ പോയിന്റ് എന്താ അറിയോ? ROC ബംഗളൂരു എക്സാലോജിക്കിന് അവസരം കൊടുക്കുന്ന സമയത്ത് അവിടെ ക്ലിയർ ആയിട്ട് എല്ലാം ഇടപാടുകൾ ക്ലിയർ ആണെങ്കിൽ അവിടെ അവർക്ക് അവസരമുണ്ടായിരുന്നു. സുഹൃത്തെ, ആദ്യം മനസ്സിലാക്കേണ്ടത് പറയട്ടെ, കുഴനാട് അല്ല, അതെ, ഇതിനകത്ത് രണ്ട് പറയുന്നു നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. മരയിപ്പിച്ചതിലും രണ്ട് അലിഗേഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. ഞാൻ പറഞ്ഞു കൂടി കേൾക്കണ്ടേ. 2 അലിഗേഷനാണ് വന്നത്. ഒന്ന്, ആദ്യം മതിയായിട്ടുള്ള സേവനം കൊടുത്തിട്ടില്ല, നമ്പർ 1. നമ്പർ 2, ഇൻകം ടാക്സും കൊടുത്തിട്ടില്ല, IGST കൊടുത്തിട്ടില്ല. IGST കൊടുത്തതിന്റെ തെളിവുണ്ട്, മതിയായിട്ടുള്ള സേവനം കൊടുത്തു എന്നുള്ളതാണ് ബന്ധപ്പെട്ട കക്ഷി പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. ഇനി അതും കേൾക്കൂ, ബന്ധപ്പെട്ട സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടന്നിട്ടില്ല. ഇനി ആ പരിശോധന ഈ കമ്പനിയാണ് ഇപ്പം നടത്താൻ പോകുന്നത്, 3 അംഗ കമ്മിറ്റി. അതിന്റെ മുമ്പിൽ ബന്ധപ്പെട്ട കക്ഷി ഞങ്ങൾ മതിയായിട്ടുള്ള സേവനം കൊടുത്തു എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റും. ഇനി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ അവാർഡ് വരുന്നതിന്റെ സമയത്ത് എന്തുകൊണ്ട് ഇവർ തൊളിച്ചു വെച്ചു? എന്തുകൊണ്ട് ഇവരിത് കൊടുത്തില്ല? ഇനി 3 അംഗ കമ്മിറ്റി, ഇദ്ദേഹം അടക്കമുള്ള കർണാടക നമ്മുടെ ROC ഉണ്ടല്ലോ, കർണാടക ROCയും കേരള ROCയും ചെന്നൈ ROC ആണല്ലോ അന്വേഷിക്കുന്നത്. ആ ബോർഡ് അന്വേഷിക്കട്ടെ. ആ ബോർഡ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. അപ്പം ഈ രേഖ ഹാജരാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി ഇത് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് എന്റെ ചോദ്യം ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ ഇത് പറയാതിരുന്നത്? പറഞ്ഞിരുന്നു എങ്കിൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമായിരുന്നോ? പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന് സെറ്റിൽമെന്റ് ബോർഡ് തന്നെ പറയില്ലേ? ഇനി വാക്യമൊക്കെ പിന്നീട് പറയാം. ഇത് കഴിയട്ടെ. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാമത് നിങ്ങൾ ഈ പബ്ലിക് അല്ല സേവനത്തിനാണെങ്കിൽ എന്തിനാണ് അല്ലാന്ന് അത് സേവനത്തിനാണെങ്കിൽ CMR-ൽ കൊച്ചി ROCക്ക് വിവരങ്ങൾ കൊടുക്കാം, എക്സാലോജിക്കിന് ബാംഗ്ലൂർ ROC കൊടുക്കാം. കൃത്യമായ അവസരമല്ലേ ഇത്? ഞാൻ അതിലേക്ക് കിടക്കുന്നത്. അതിൽ കടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പറയാം. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് പ്രകാരം
AMC പ്രകാരം 2 കരാറാണുള്ളത്. ഒന്ന് കമ്പനിയും ഒന്ന് കമ്പനിയും വീണയും. കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാക്ഷേപവും ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിലില്ല. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. റെയ്ഡിന് വന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അന്വേഷണം നടത്തിയത്. ആ സമയത്ത് പോലും CMRLന്റെ ക്രെഡിബിലിറ്റി അവർ ചോദ്യം ചെയ്യുന്നില്ല. എല്ലാം മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. മതിയായിട്ടുള്ള സേവനം, അതിന്റെ അർത്ഥം സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കില്ല, സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല. അത് അവർ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അത് സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. ഇനിയിപ്പോ അന്വേഷിക്കുകയാണല്ലോ. ഈ അന്വേഷണം വരട്ടെ. പ്രഗത്ഭരായിട്ടുള്ള 3 ആളാണല്ലോ അന്വേഷിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ പോലും കൊടുക്കാത്ത വിവരമാണ്. ഇനിയിപ്പോ എന്താണ് അതിനകത്ത്? പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ആ പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല, കോടതിയിൽ വന്നതിന് ശേഷമാണല്ലോ. കോടതിയല്ല, ഈ റിപ്പോർട്ടിൽ അവർ ശുപാർശ ചെയ്തിട്ട് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ വിവരങ്ങൾ നൽകിയിട്ടില്ല, പ്രോസിക്യൂഷൻ അഴിമതി നിരോധന നിയമപ്രകാരം നടപടി CBI അല്ലെങ്കിൽ ED വേണം എന്നുള്ള കൃത്യമായ ശുപാർശയുണ്ട്. ശുപാർശ ഇല്ല. ആദ്യ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ ROC കൊടുക്കേണ്ടത് ഇവർക്കല്ല കൊടുക്കേണ്ടതെന്ന്. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ 2 പ്രശ്നം വരികയാണ്. ആദ്യം മനസ്സിലാക്കൂ. ഒന്ന്, ഞങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട്. 2, ആ എക്സ്പെൻഡിച്ചർ കണക്കാക്കി ഞങ്ങൾക്ക് ഇൻകം ടാക്സ് എക്സംപ്ഷൻ കിട്ടണം. അത്തരമൊരു ഘട്ടത്തിൽ ഇവർ പറയണ്ടേ യഥാർത്ഥത്തിൽ ഇതൊരു ഫ്രോഡ് കമ്പനിയാണ് CMRL. ഇവർക്ക് ഫ്രോഡില്ല എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞല്ലോ. ഹൈക്കോടതി പറഞ്ഞല്ലോ ഞങ്ങൾ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട്. ROC ബംഗളൂരു റിപ്പോർട്ടിൽ ഫ്രോഡ് എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഈ കമ്പനി മരയിപ്പിച്ചതുൾപ്പെടെയുള്ള രേഖകളിൽ കൃത്രിമത്വം ഉണ്ടെന്ന് വരെ പറയുന്നു. കൃത്യമായ രേഖകളില്ല. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ അതെ 212 ഇല്ലല്ലോ. 210 കാണില്ല. ഇല്ല, 210-ലാണല്ലോ ഇപ്പൊ അന്വേഷണം നടക്കുന്നത്. ആ 210-ന്റെ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് പോലും വീണക്കോ മുഖ്യമന്ത്രിക്കോ കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്തിനാ അതിന് വേദാറാകുന്നത്? അന്വേഷണം വരട്ടെ. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇല്ല, പാർട്ടി പറയാത്ത കാര്യം നിങ്ങൾ പറയണ്ട, വീണ്ടും പറയണ്ട. 2 പ്രശ്നമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ നിലപാട്. വീണയുടെ വാദം കേട്ടിട്ടില്ല. വീണയുടെ ഭാഗം കേൾക്കാതെയാണ് ആർബിട്രറി ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് CMRLന് എക്സെപ്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഭാഗം കേട്ടിട്ടും കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. ഭാഗം കേട്ടു എന്ന് ആരാ പറയുന്നത്? അത് ROC ബംഗളൂരു ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളോടല്ലേ പറയുന്നത്. ഒരു അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും അന്വേഷണം ഉത്തരവിടുകയും ചെയ്യും. അതെ, ആ അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ 3 അംഗങ്ങളുള്ള കമ്മീഷന്റെ മുമ്പാകെ ഇവർ മൊഴി കൊടുക്കട്ടെ. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാക്കി തരാം. കൃത്യമായി ഒരു കാര്യം മനസ്സിലായിക്കോളൂ, ഇതിൽ ഫ്രോഡില്ല എന്നുള്ളത് ഹൈക്കോടതിയുടെ പ്രൈമാ ഫേസി ഫൈൻഡിങ്സ് ആണ്. കാരണം അതുകൊണ്ടാണ് 212-ൽ നോട്ടീസ് കൊടുക്കാതിരുന്നത്. അഴിമതിയില്ല എന്നുള്ളത് വിജിലൻസ് കോടതിയുടെ ഫൈൻഡിങ്സ് ആണ്. അതിനെതിരായിട്ടുള്ള റിവിഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ വീണക്കോ നോട്ടീസ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല, അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞത് സെൻട്രൽ ബോർഡ് ഓഫ് സെറ്റിൽമെന്റ് ആണ്, ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡാണ്. ഇത്രയും കാര്യം KSIDCക്ക് ഷെയറുള്ളതാണ് CMR. ഒരു ഇടപാട് നടത്തുമ്പോൾ CMRന്റെ ബോർഡിലും മറ്റും അറിയിക്കണം. ആ കാര്യങ്ങൾ പോലും ഇതിൽ ഉണ്ടായിട്ടില്ലെന്ന്. അതാരാ അറിയിക്കേണ്ടത്? അത് അവരോട് ചോദിക്കൂ. CMR അറിയിച്ചിട്ടില്ല. അതെ, CMR അറിയിച്ചിട്ടില്ലെങ്കിൽ CMRനോട് ചോദിക്കൂ. CMRന്റെ അടുക്ക കള്ളപ്പണം ഉള്ളതാണെങ്കിൽ കള്ളപ്പണം കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥന്മാരോട് പറയൂ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ കള്ളപ്പണം ഉണ്ടോ, കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ, അന്വേഷിച്ചോട്ടെ. CMRൽ ചെയ്യാത്ത കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വീണയല്ല മറുപടി പറയേണ്ടത്. CMRലിനെതിരായിട്ടുള്ള പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ CMRനോട് ചോദിക്കണം. അവര് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അവര് കൊടുത്തിട്ടുള്ളതിന് ബോണഫൈഡ് ആയിട്ട് സ്വീകരിച്ചല്ലോ ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ്. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാത്ത വിവരം പറഞ്ഞ് ഇവരുടെ പേരിൽ പ്രോസിക്യൂഷൻ നടപടി എടുക്കണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? പ്രോസിക്യൂഷൻ നടപടി വേണ്ട എന്ന് വെക്കുക, ഇമ്മ്യൂണിറ്റി കൊടുക്കുക, ഇൻകം ടാക്സ് എക്സെപ്ഷൻ കൊടുക്കുക, എന്നിട്ട് നേരെ തിരിച്ചിട്ട് മുഖ്യമന്ത്രിക്കും വീണക്കും എതിരായിട്ട് ഇരിക്കുക. എന്ത് ന്യായ ഇതൊക്കെ? ഇനിയിപ്പം വരുന്നുണ്ടല്ലോ, അന്വേഷണം വരട്ടെ. അന്വേഷണത്തിന്റെ മുമ്പാകെ ഞങ്ങൾ ഹാജരാക്കേണ്ടത് ഞങ്ങൾ ഹാജരായിക്കോളാം. തിരിച്ച് നിങ്ങളൊരു കാര്യം ചോദിക്കേണ്ടത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശ് കിട്ടിയിട്ടുണ്ടല്ലോ,
എന്താ നിങ്ങൾ അങ്ങോട്ടേക്ക് പോവാത്തത്? ചോദിക്കാം, നമ്മളെല്ലാവരും ആ ചോദിക്കേ, പ്രതിപക്ഷത്തോട് ആ ചോദിക്കേ. ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കള്ളപ്പണം വാങ്ങാം, ബോണ്ട് വാങ്ങാം, ഇലക്ഷൻ ബോണ്ട് ഉണ്ട്, ഇലക്ട്രൽ ബോണ്ട് ഉണ്ട്. ഇത് ഇലക്ട്രൽ ബോണ്ടല്ല, കണക്കുണ്ടെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ടല്ല സുഹൃത്തെ. ഇത് കാശ് കോടിക്കണക്കിന് കൊടുത്തതാണ്. ആ കോടിക്കണക്കിന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തേ അന്വേഷണം അങ്ങോട്ടേക്ക് പോകാത്തത്? എന്തേ ആ രൂപത്തിൽ അന്വേഷിക്കണമെന്ന് നിങ്ങൾ പറയാത്തത്? അഡ്മിറ്റ് ചെയ്തല്ലോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന്. അത് ഏത് ഫണ്ടിലാണുള്ളത്? വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ടിലാണോ ഉള്ളത്? രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലാണോ ഉള്ളത്? ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് പറയാൻ ബാധ്യതപ്പെട്ടതാണ്. ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങി എന്ന് പറയുന്ന ആൾക്കാരെടുക്കാൻ അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ടാണ് അന്വേഷണം അങ്ങോട്ടേക്ക് പോകാത്ത? അന്വേഷിക്കട്ടെ. ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ എന്താണ് എക്സാലോജിക് മരയിപ്പിക്കുന്നത്? കമ്പനി മരയിപ്പിച്ചതിന് അതിലും പ്രശ്നമുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അല്ല, അത് കണ്ടുപിടിക്കട്ടെ. ഞാൻ പറയുന്നത് നമ്മളിപ്പോ അന്വേഷണ ഏജൻസികളെ നമ്മളിപ്പോ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. 3 പ്രധാനപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലോ അന്വേഷിക്കാൻ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം. അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കൂ. ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഒരു രൂപത്തിലുള്ള ഫ്രോഡോ ഒരു രൂപത്തിലുള്ള അഴിമതിയോ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഇതിന്റെ അകത്ത് നടന്നിട്ടില്ല. അത് ഏത് ഏജൻസിയുടെ മുമ്പാകെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.